എക്സാമിന് എങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റത്തിൽ നമുക്ക് ആ ആശയത്തെ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് അബ്സോർബ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക, സ്റ്റേറ്റ്മെന്റ് ലെവലാണ് വരിക. അതിൽ നമ്മൾ ഈ പഠിക്കുന്ന ഫർണിഷ്ഡ് വേർഡ്സ് തന്നെ എക്സാമിന് ചോദിച്ചോണം എന്നില്ല. കഴിഞ്ഞ PSC എക്സാം ആണെങ്കിലും അതിന് മുമ്പേ നടന്ന PSC എക്സാം ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് മുതൽ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്ററുകളിലെല്ലാം തന്നെ ചില ലിമിറ്റേഷനുകളുണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നതിൽ. കാരണം അതിനകത്ത് പറയുന്ന പോയിന്റ്സിനെ സ്റ്റേറ്റ്മെന്റുകളാക്കിയിട്ട് അവതരിപ്പിച്ച് ട്രൂ ഓർ ഫോൾസ് ആണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഇങ്ങനെ ചോദിക്കാനേ കഴിയുള്ളൂ. പക്ഷെ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ശരിക്കും എങ്ങനെ പറയാം, എങ്ങനെ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ഔട്ട് ഓഫ് സിലബസിലേക്ക് പോവില്ല, കാരണം കോപ്പറേഷൻ ആണോ ക്യാപിറ്റലിസം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആയാൽ മതി. അതുകൊണ്ട് ഇവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ് കോപ്പറേഷൻ, എന്താണ് ക്യാപിറ്റലിസം, എന്താണ് കമ്മ്യൂണിസം, എന്താണ് സോഷ്യലിസം. ഇതിനെ കൃത്യമായിട്ട് മൈൻഡിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ ആൻസർ സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം. നമ്മൾ കോപ്പറേഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ 4 പോയിന്റ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കോപ്പറേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള കോ ഓപ്പററി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വരുന്നത്, വിച്ച് മീൻസ് വർക്കിംഗ് ടുഗദർ എന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് കോപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. മറ്റൊരു പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് കോപ്പറേഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ബൈ പ്രൊഡക്ട്സ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഹൊറൈസ് പ്ലങ്കറ്റിന്റെ ഒരു ഡെഫിനിഷനും 3 മാക്സിമുകളും നമ്മൾ പറഞ്ഞു. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ കൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഹെൽപ്പ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷനെ നമുക്ക് കോപ്പറേഷൻ എന്ന് പറയാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. 3 മാക്സിമകളായിട്ട് പറഞ്ഞത് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ലിവിങ് ആൻഡ് ബെറ്റർ ബിസിനസ്. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ്, ഈ പറയുന്ന ടേമുകളാണ്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരികയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോപ്പറേഷന്റെ കൂടുതൽ പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പോയിന്റ്സുകളൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ബൈഹാർട്ട് ചെയ്യുന്ന പോലെ ഒരു ബൈഹാർട്ടിങ് സിസ്റ്റം അല്ല ഇവിടെ നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യേണ്ടത്. ആ പോയിന്റ്സ് എന്താണ് പറഞ്ഞത്, ബൈഹാർട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ബൈഹാർട്ട് ചെയ്തോ അതിന്റെ കൂട്ടത്തിൽ ആ പോയിന്റ്സിനെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി കൂടി നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ മാത്രമാണ് ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നാളെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എക്സാം വരുമ്പോൾ സാറ് പറഞ്ഞത് അല്ലെങ്കിൽ സാർ ഞങ്ങൾക്ക് ആ പോയിന്റ്സ് പറഞ്ഞില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഹോപ്പുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഞാൻ ആ പോയിന്റ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, പക്ഷെ ആ എക്സ്പ്രസ് ചെയ്തത് എക്സാമിൽ ആ പോയിന്റിനെ എക്സ്പ്രസ് ചെയ്ത രീതിയിലായിരിക്കില്ല ആ പോയിന്റ് ചിലപ്പോൾ നിങ്ങളെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ നിങ്ങളെ മുമ്പിലേക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണത്. ആക്ച്വലി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ശരിക്കും നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ വേറെ 2 ചാപ്റ്റർ എടുത്തിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലേക്ക് വന്നേന്നുള്ളൂ. അതുകൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾ ആ ഒരു സെൻസിൽ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ സിസ്റ്റത്തോടു കൂടെ നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 4 പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ 4 പോയിന്റ്സ്, അത് നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. ആ 4 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയോ? കൃഷ്ണ പുറത്താണെന്നെന്തോ മെസ്സേജ് വന്നായിരുന്നു. എനിവേ ദീപിക, ആ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാവോ? ആ 4 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ 4 പോയിന്റ്സ് പറഞ്ഞു. Cooperation is derived from the Latin word cooperare, which means working together.
പിന്നെ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മെത്തഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. പിന്നെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഔട്ട്കം ആണെന്ന് പറഞ്ഞു. പിന്നെ ഹൊറൻസ് പ്ലങ്കറ്റിന്റെ ഡെഫിനിഷൻ കോർപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്നും പിന്നെ അദ്ദേഹത്തിന്റെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷനെ മൂന്നായി സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അത് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിംഗ്. യെസ്, ഓക്കെ, ഡൺ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. എല്ലാവരുടെ അടുത്തും 4 പോയിന്റ്സ് ക്ലിയർ ആയിട്ട് ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു. 4ൽ കൂടുതൽ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പോയിന്റ്സിൽ ഫസ്റ്റ് പറയാണ്, കോർപ്പറേഷൻ ടുഡേ മീൻസ്, കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന്, കോർപ്പറേഷൻ ടുഡേ മീൻസ് ഇന്ന് കോർപ്പറേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ കോർപ്പറേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ് എന്നുള്ളതാണ്. വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ് എന്നതാണ്. കോർപ്പറേഷൻ ടുഡേ മീൻസ്, കോർപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഇന്ന് അർത്ഥമാക്കുന്നത് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്, ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എല്ലാവരും പരസ്പരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ടുഡേ മീൻസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കുക. അതാണ് കോർപ്പറേഷൻ എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ഇന്നിന്റെ കാലയളവിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്, കോർപ്പറേഷൻ ടുഡേ മീൻസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിലേക്ക്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളെ ഈ ഒരു ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബാങ്ക് ആ ഒരു ക്ലർക്ക് എന്നുള്ള ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ്സ് പറയുന്നത്, കോപ്പറേറ്റീവ്സ് ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. കോപ്പറേറ്റീവ്സ് ആളുകളുടെ ആവശ്യങ്ങളെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ്സിനെ കോപ്പറേറ്റീവ് ഫുൾഫിൽ ചെയ്യുന്നു. വിത്തൗട്ട് ഹാമിങ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. വിത്തൗട്ട് ഹാമിങ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. മറ്റൊരാളെ ചൂഷണം ചെയ്യാതെ, മറ്റൊരാളെ ഉപദ്രവിക്കാതെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ്സിനെ കോപ്പറേറ്റീവ് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. കോപ്പറേറ്റീവ്സ് ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ വിത്തൗട്ട് ഹാമിങ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. അതാണ് എന്ത് പറയുന്നത്, കോപ്പറേറ്റീവ്സ് ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ വിത്തൗട്ട് ഹാമിങ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. ഇതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോ കോപ്പറേറ്റീവ് ഫുൾഫിൽസ് ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ without harming or exploiting others. Exploiting, exploiting, exploiting others. Without harming or exploiting others. Cooperative fulfill the needs of individuals without harming, harming, or exploiting others, exploiting, exploiting others. ഇപ്പൊ കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ നീഡ്സിന്റെയും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ്സുകളെ അത് ഫുൾഫിൽ ചെയ്യുന്നു. വിത്തൗട്ട് ഹാമിങ്, മറ്റൊരാളെ ഉപദ്രവിക്കാതെ, ഓർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്, മറ്റൊരാളെ യാതൊരു തരത്തിലും ചൂഷണം ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ്സ് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ്സിനെ അതെന്ത് ചെയ്യുന്നു, ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്സ് എന്താ പറയുന്നത്, കോപ്പറേഷൻ ഈസ് ദ എസെൻസ് ഓഫ് സക്സസ്ഫുൾ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. കോപ്പറേഷൻ ഈസ് ദ എസെൻസ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എസെൻസ് ആണ്. എന്തിന്റെ എസെൻസ്? ഓഫ് സക്സസ്ഫുൾ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ ജീവിതത്തിന്റെ വിജയകരമായ ജീവിതം, വിജയകരമായ രാഷ്ട്രീയമായ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, മതപരമായ ജീവിതത്തിന്റെ എസെൻസ് ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. കോപ്പറേഷൻ ടുഡേ മീൻസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിലേക്ക് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കും. പിന്നെ പറഞ്ഞ പോയിന്റ്സ് എന്താണെന്ന് അറിയാം നിങ്ങൾ. അടുത്ത പോയിന്റ്സിൽ പറയുന്നത്
കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ്സിനെ അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഹാമിങ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. മറ്റൊരാളെ ചൂഷണം ചെയ്യാതെ അതോടൊപ്പം തന്നെ അവരെ ഒരു തരത്തിലുള്ള ഉപദ്രവം ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ്സിനെ അത് ഫുൾഫിൽ ചെയ്യും. പിന്നെ പറയാണ് പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ്, മതപരമായ, സാമൂഹികമായ ജീവിതത്തിന്റെ വിജയത്തിന്റെ എസെൻസ് ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷൻ ഈസ് ദ എസെൻസ് ഓഫ് സക്സസ്ഫുൾ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് കോപ്പറേഷൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രോസ്പിരിറ്റി ആൻഡ് പീസ് എമംഗ് ദ പീപ്പിൾ. കോപ്പറേഷൻ അറ്റംപ്റ്റ്, കോപ്പറേഷൻ ശ്രമിക്കുന്നു. കോപ്പറേഷൻ അറ്റംപ്റ്റ്, കോപ്പറേഷൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ടു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരെ, എന്തിനെയാ പ്രൊമോട്ട് ചെയ്യുന്നത്? ടു പ്രൊമോട്ട് പ്രോസ്പിരിറ്റി, അഭിവൃദ്ധിയെയാണ്. ആൻഡ് പീസ്, സമാധാനമാണ്. എമംഗ് ദി പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ. അപ്പൊ കോപ്പറേഷൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രോസ്പിരിറ്റി ആൻഡ് പീസ് എമംഗ് ദി പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ സമാധാനവും അതേപോലെ തന്നെ അഭിവൃദ്ധിയും എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു അഭിവൃദ്ധി വരാൻ വേണ്ടിയിട്ട്, സമാധാനം എത്തിച്ചേരാൻ വേണ്ടി കോപ്പറേഷൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കോപ്പറേഷൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രോസ്പിരിറ്റി ആൻഡ് പീസ് എമംഗ് ദി പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ അഭിവൃദ്ധിയും സമാധാനവും എത്തിക്കാൻ വേണ്ടിയിട്ട് കോപ്പറേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അറ്റംപ്റ്റ്, കോപ്പറേഷൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് കോപ്പറേഷൻ, കോപ്പറേഷന്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ എന്താണ്? ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദി കോപ്പറേഷൻ, കോപ്പറേഷന്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ എന്താണ്? ഇസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പുമാണ് കോപ്പറേഷന്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഇത് പഠിച്ചേ പറ്റൂ. The basic idea behind the cooperation is self-help and mutual help. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇത് നോട്ട് ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞ 4 പോയിന്റ്സിലേക്ക് ഒരു പോയിന്റ്സ് കൂടെ കൂടുന്നു. പറഞ്ഞ പോയിന്റ് ഒന്നോടൊന്ന് പറയോ? വരും. ഏത് പോയിന്റ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയാതിരിക്കാം, തീർച്ചയായിട്ടും വരും. വെയിറ്റ് ചെയ്യും. The basic idea behind cooperation, the basic idea behind cooperation is self-help and mutual help. കോപ്പറേഷന്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പുമാണ്. ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പുമാണ് കോപ്പറേഷന്റെ പിന്നിലുള്ള ബേസിക് ഐഡിയാസ് എന്ന് പറയുന്നത്. The basic idea behind the cooperation is self-help and mutual help. അപ്പോൾ മൊത്തം 5 പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട, മൈൻഡിലേക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട 5 പോയിന്റ്സ് ആയി. അതിൽ കൂടുതൽ പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മൈൻഡിൽ നിങ്ങൾ എപ്പോഴും കോപ്പറേഷൻ ഇവിടുന്ന് ഡിറൈവ് ചെയ്തു നിങ്ങളുടെ മൈൻഡിൽ വേണം. കോപ്പറേഷൻ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്, അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം. അതോടൊപ്പം കോപ്പറേഷന്റെ 3 മാക്സിമുകൾ നമ്മൾ പറഞ്ഞു: ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ലിവിങ് ആൻഡ് ബെറ്റർ ബിസിനസ്. ആ ഒരു 3 മാക്സിമുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പതാ പിന്നെ പറഞ്ഞു ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് 5 പോയിന്റ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. രേഷ്മ 5 പോയിന്റ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത 5 പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 അല്ല, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോയിന്റ്സ്. ഓക്കെ, രേഷ്മ അവിടെ ഇല്ലെങ്കിൽ ഞാനത് ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിച്ചോ. ഇന്ന് നമ്മൾ ക്ലാസ്സിലെടുത്തത് കോപ്പറേഷൻ ടുഡേ മീൻസ്, കോപ്പറേഷൻ ഇന്ന് മീൻ ചെയ്യുന്നത് കോപ്പറേഷൻ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറയൂ. കേൾക്കാം. Cooperation today means working together for a common purpose. Cooperative fulfill the needs of individuals without harming or exploiting others. അത് മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഫുൾഫിൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന്റെ ഇത്. Cooperation is the essence of successful common
economic and political life. The basic idea behind the corporation, self-help and mutual help. Corporation attempt to promote പ്രോസ്പിരിറ്റി പീസിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 5 പോയിന്റ്സ് എന്തുപറ്റി പറ. ഓക്കെയാണ്. വേറെ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചോ? കേൾക്കണം. കേൾക്കാം. രേഷ്മ കംപ്ലീറ്റ് ചെയ്തില്ലേ? മ്യൂട്ട് അടിക്കും, മ്യൂട്ട് ആയിരിക്കും. കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഡൺ. അടുത്ത പോയിന്റ്സിലേക്ക് പോവാണ്. ദ സ്ലോഗൻ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നതാണ്. എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി. ദ സ്ലോഗൻ ഫോർ കോർപ്പറേഷൻ ഈച്ച് ഫോർ ഓൾ, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി. ഓൾ ഫോർ ഈച്ച്, ദ സ്ലോഗൻ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ സ്ലോഗനാണ് ഇത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ലോഗന് ഒരു പ്രത്യേകത ഉണ്ട്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്ന ഈ സ്ലോഗൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. സ്ലോഗൻ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നതാണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ദ സ്ലോഗൻ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. ദ സ്ലോഗൻ ഓഫ് കോർപ്പറേഷൻ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അടുത്ത പോയിന്റ്സ് എന്താ? സ്ലോഗൻ ഓഫ് കോർപ്പറേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. നീനു, സ്ലോഗൻ എന്തായിരുന്നു? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. യെസ്. ജാസ്മിൻ, ഐഡിയ എന്തായിരുന്നു? കോർപ്പറേഷന്റെ ബേസിക് ഐഡിയ. കോർപ്പറേഷന്റെ ബേസിക്, ഹലോ സർ. പെട്ടെന്ന് പറയും. Basic idea behind the corporation is self-help and mutual help. Self-help and mutual help. അടുത്ത പോയിന്റ്സ് പറയണേ. ഈ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. സ്ലോഗൻ നോട്ട് ചെയ്യണം, ഐഡിയ ബിഹൈൻഡ് ദ കോർപ്പറേഷൻ നോട്ട് ചെയ്യണം. അടുത്ത പോയിന്റ്സ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് and mutual aid are the watchwords of cooperation. കോർപ്പറേഷന്റെ വാച്ച് വേർഡ്സ് ആണ് ഏത്? ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എന്ന് പറയുന്നത്. വാച്ച് വേർഡ്സ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ വാച്ച് വേർഡ്സ് ആണ് ഏതൊക്കെയാ? ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എന്ന് പറയുന്നത്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് ആർ ദ വാച്ച് വേർഡ്സ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ വാല്യൂസ്, കോർപ്പറേഷന്റെ വാച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത പറയുന്നത് എന്താ? ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ് ആർ ദ വാച്ച് വേർഡ്സ് ഓഫ് കോർപ്പറേഷൻ. അതിനുശേഷം വരുന്ന പോയിന്റ്, സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. Self-help made effective by organization is a cooperative society. ആർക്കും ഒന്നും പറയാനില്ല? ഒന്നും. സെൽഫ് ഹെൽപ്പ്, സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. വോയിസ് കട്ടായി പോയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇല്ലെങ്കിൽ അതൊരു വലിയ വിഷയം തന്നെ. എനിവേ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ സെൽഫ് ഹെൽപ്പ് അതേപോലെ തന്നെ മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഐഡിയ ആണ് കോർപ്പറേഷന്റെ പിന്നിലുള്ള. കോർപ്പറേഷന്റെ സ്ലോഗനാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എന്നുള്ളത് കോർപ്പറേഷന്റെ വാച്ച് വേർഡ്സ് ആണ്. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു വേർഡ്സ് ആണ്. ഹൊറൈസ് പ്ലങ്കറ്റിന്റെ ഡെഫിനിഷൻ ആണ്. ഞാനത് 2-3 പ്രാവശ്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആരെങ്കിലും വിളിച്ചു പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല, എന്തായാലും വോയിസ് ബ്രേക്ക് ആയതുകൊണ്ടല്ല. സോ അത് ആ ഒരു സെൻസിൽ നമ്മൾ ഒഴിവാക്കി അടുത്ത പോയിന്റ്സിലേക്ക് വരാം. കോർപ്പറേഷൻ ഈസ് മെയിൻലി സർവീസ് ഓറിയന്റഡ്.
കോർപ്പറേഷൻ മെയിൻ ആയിട്ടും സർവീസ് ഓറിയന്റഡ് ആണ്. കോർപ്പറേഷൻ മെയിൻലി സർവീസ് ഓറിയന്റഡ്. കോർപ്പറേഷൻ മെയിൻ ആയിട്ടും സർവീസ് ഓറിയന്റഡ് ആണ്. സർവീസ് ഇസ് ദ മോട്ടോ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ മോട്ടോ എന്ന് പറയുന്നത് സർവീസ് ആണ്. കോർപ്പറേഷൻ ഇസ് മെയിൻലി സർവീസ് ഓറിയന്റഡ്. കോർപ്പറേഷൻ മെയിൻ ആയിട്ടും കോർപ്പറേഷൻ എന്ന് പറയുന്നത് സർവീസ് ഓറിയന്റഡ് ആണ്. സേവനമാണ് അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മോട്ടോ എന്ന് പറയുന്നത്. ഇപ്പൊ സർവീസ് ഇസ് ദ മോട്ടോ ഓഫ് കോർപ്പറേഷൻ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു 4 പോയിന്റ്സോളം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു അല്ലെ. എന്താ പറഞ്ഞ ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ കോർപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. സ്ലോഗൻ ഓഫ് കോർപ്പറേഷൻ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് ഇതെല്ലാം കോർപ്പറേഷന്റെ വാച്ച് വേർഡ്സ് ആണെന്ന് പറഞ്ഞു. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഇസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി അത് സ്ലോഗൻ ആണ്, നമ്മൾ ഒഴിവാക്കി. ദെൻ കോർപ്പറേഷൻ ഈസ് മെയിൻലി സർവീസ് ഓറിയന്റഡ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും സർവീസ് ഓറിയന്റഡ് ആണ്. സർവീസ് ഇസ് ദ മോട്ടോ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ ഐഡിയ വന്നു, സ്ലോഗൻ വന്നു, വാച്ച് വേർഡ്സ് വന്നു, ദെൻ മോട്ടോ വന്നു. ആഹാ, കോർപ്പറേഷന്റെ ഐഡിയ, ദെൻ കോർപ്പറേഷന്റെ മോട്ടോ, കോർപ്പറേഷന്റെ സ്ലോഗൻ, കോർപ്പറേഷന്റെ വാച്ച് വേർഡ്സ്. ആഹാ, കണക്റ്റഡ് പോയിന്റുള്ള 4. ആ 4 ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഐഡിയ ബിഹൈൻഡ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ്. സ്ലോഗൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. മോട്ടോ എന്ന് പറയുന്നത് സർവീസ് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ വാച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എന്നുള്ളതാണ്. ഈ 4 നേരത്തെ പഠിച്ച 4. അപ്പൊ 8 പോയിന്റ്സ് ടോട്ടൽ. ഈ 8 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞു. ഈ 8 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാ പറഞ്ഞാൽ നമ്മള് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോഓപ്പറി എന്നുള്ള വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് വർക്കിംഗ് ടുഗദർ എന്നുള്ളതാണ് കോർപ്പറേഷൻ ഡിറൈവ് ചെയ്ത വേർഡ്. പിന്നെ പറഞ്ഞു കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡൂയിങ് മെത്തേഡ്, ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ മെത്തേഡാണ്. സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കോർപ്പറേഷന്റെ ഒരു ഡെഫിനിഷൻ, ഹൊറൈസ് പ്ലങ്കറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ, ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ലിവിങ് ആൻഡ് ബെറ്റർ ബിസിനസ് എന്നുള്ള 3 മാക്സിമുകളെ കുറിച്ച് പറഞ്ഞു. ദെൻ പിന്നെ പറഞ്ഞു കോർപ്പറേഷന്റെ പിന്നിലുള്ള ബിഹൈൻഡ് ദ ഐഡിയ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു മോട്ടോ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സർവീസ് ആണ്. സ്ലോഗൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എന്നുള്ളത് ഇതിന്റെ വാച്ച് വേർഡ്സ് ആണ്. 9 പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഐ തിങ്ക് ഈ 9 പോയിന്റ്സ് നിങ്ങൾക്ക് പഠിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. അത് പാരെ കൊണ്ടാന്ന് പറയിപ്പിക്കുക ദൈവമേ. എല്ലാവരും പേര് വിളിക്കാനുള്ള നിങ്ങളെല്ലാവരും എന്നോട് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പേര് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരും പേരിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കുറച്ച് ആളുകൾ, വളരെ വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രമാണ് എനിക്ക് ശരിക്കും തോന്നുന്നു ഞാൻ തീരെ വിളിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്ന ആളുകൾ കേട്ടോ. പക്ഷെ എല്ലാവരും വിളിക്കുന്നുണ്ട് എന്നുള്ള അതിൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അമലെ, മുത്തേ പറയണം, ഈ 9 പോയിന്റ്സും പറയണേ. ഈ 9 പോയിന്റ്സ് അമലിന്റെ പറയൂ, വേഗം പറയൂ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. Working together for common purpose, fulfill needs of individuals without having exploitations, attempt to promote prosperity among people. പിന്നെ ബേസിക് ഐഡിയ കോർപ്പറേഷന്റെ സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പും. പിന്നെ സ്ലോഗൻ ഈച്ച് ഫോർ ആൻഡ് ആൾ ഫോർ ഈച്ച്, ത്രിഫ്റ്റ്, മ്യൂച്വൽ എയ്ഡ്, അതിന്റെ കോർപ്പറേഷന്റെ വേർഡ്സ്. ഏതൊക്കെയാണ് കോർപ്പറേഷന്റെ 3 വേർഡ്സ്? അതും ഒഴിവാക്കാൻ പറ്റില്ല. ആ 3 വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാ? ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ്. യാ, ഗുഡ്.
പിന്നെ സെൽഫ് ഹെൽപ്പ് കോമ്പറേറ്റീവ് സൊസൈറ്റിയുടെ എഫക്റ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് സെൽഫ് ഹെൽപ്പ്. പിന്നെ സർവീസ് ഓറിയന്റഡ് ആണ്. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞത് നീ പറഞ്ഞത് എന്ത് കുഴപ്പമില്ല, നീ പറഞ്ഞത് ഇന്നെടുത്ത ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സുകളാണ്, കുഴപ്പമില്ല, എന്തായാലും ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറയാൻ പറഞ്ഞ പോയിന്റ്സ് സബിത, ഞാൻ പറയാൻ പറഞ്ഞ പോയിന്റ്സുകളായിരിക്കും ഞാനിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്. കോപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡ് എന്നാണ്. അതായത് കോപ്പററി എന്ന് പറയുന്ന വേർഡ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗദർ ആണ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മെത്തേഡാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒരു ഔട്ട്കം ആണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇംബാലൻസിന്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് നമ്മൾ കോപ്പറേഷനെ കാണുന്നത്. പിന്നെ ഹൊറൈസ് പ്ലങ്കറ്റിന്റെ ഡെഫിനിഷൻ സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഠനങ്ങളെ 3 ആയിട്ട് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്: ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ്. അതാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് അതിന്റെ കോപ്പറേഷന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പും ആണ്. പിന്നെ സ്ലോഗൻ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. പിന്നെ കോപ്പറേഷന്റെ വാച്ച് വേർഡ്സ് ഓർ വാല്യൂസ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ്. പിന്നെ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ കോപ്പറേഷന്റെ മോട്ടോ എന്ന് പറയുന്നത് സർവീസ് ആണ്. സർവീസ് ഇസ് ദ മോട്ടോ ഓഫ് കോപ്പറേഷൻ. ഇതിലേ ഞാൻ പറഞ്ഞ ടേംസ് തന്നെയാണ്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ്, വാച്ച് വേർഡ്സ് ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞല്ലേ. അവിടെ ആ വാല്യൂസ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഒന്ന് ജസ്റ്റ് വെട്ടിയിട്ടേക്ക്, നമുക്ക് ഇവിടുന്ന് വേണ്ട. നമുക്ക് എന്തായാലും പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് പഠിക്കാനുണ്ട്. അവിടുന്ന് നമുക്ക് എത്തിക്കൽ വാല്യൂസ് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ വാല്യൂസ്, മൊത്തം 10 വാല്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതും ഇതും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരണ്ട. അതിനകത്ത് വരുന്ന പോയിന്റ്സ് ഇതിനകത്തുണ്ട്, പക്ഷെ ഇത് വാച്ച് വേർഡ്സ് എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഞാനിപ്പോ സബിത ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ആ വാല്യൂസ് പഠിക്കാം. ഇത് വാച്ച് വേർഡ്സ് എന്നുള്ള രീതിയിൽ തന്നെ പോയിക്കോട്ടെ. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ്. ഓക്കെ, ഗുഡ് സബിത, നല്ല പ്രസന്റേഷൻ ആട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു തിരിച്ചിങ്ങോട്ട് തരുന്ന ഒരു റിപ്ലൈ അത്രയും ഫാസ്റ്റ് ആകുമ്പോഴാണ് എനിക്ക് തന്നെ ഒരു ഗുഡ്, താങ്ക് യു, പഠിപ്പിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹരിത ആ ഒരു ഇന്നത്തെ 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് തോന്നുന്നു. So the basic idea and cooperation to be basic idea self help and mutual help. Slogan of cooperation each for and all for each. Then watchwords of cooperation thrift, self help and mutual aid. Then service is the motto of cooperation. Ayva, it's good. കോമ്പറ്റീഷൻ നിങ്ങൾക്കിടയിൽ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കും. ഗുഡ്. ദെൻ നമ്മൾ അടുത്തൊരു പോയിന്റ്സിലേക്ക് പോവാണേ. ചോദിക്കാം, എല്ലാവരുടെ അടുത്തേക്കും വരാം കേട്ടോ. എല്ലാവരുടെ അടുത്തും ചോദ്യം വരും, ആരും ഞാൻ ഒഴിവാക്കില്ല. എല്ലാവരുടെ അടുത്തേക്കും ചോദ്യത്തിലേക്ക് എത്താം. അടുത്ത പോയിന്റ്സ് പറയാണ്, കോപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള കൂട്ടായ്മയാണ്. കോപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്. കോപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ and it differs from others in various respects. പലതരത്തിലുള്ള ആസ്പെക്ട്സുകളും വ്യത്യസ്ത രീതിയിലുള്ള പല രീതിയിലുള്ള റെസ്പെക്ട്സുകളും അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷൻ ഇസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നത് വളരെ വ്യത്യസ്തമാണ്. ഇൻ വാരിയസ് റെസ്പെക്ട്, പലതരത്തിലുള്ള കാരണങ്ങളെ കൊണ്ട് കോപ്പറേഷൻ എന്ന് പറയുന്നത് മറ്റു ബിസിനസ് ഓർഗനൈസേഷനുകളിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് പഠിക്കാം, വരുന്നുണ്ട്, കമ്പാരിസൺ ചെയ്യാൻ വരുന്നുണ്ട്. അവിടെ വെച്ച് നമുക്കത് ഡീപ്പായിട്ട് പറയാം. ഇപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. കോപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഡിഫർ ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റ് പല കാരണങ്ങൾ കൊണ്ട്, ഇൻ വാരിയസ് റെസ്പെക്ട്സ്, പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളതിൽ നിന്ന് എന്താണ്, വ്യത്യസ്തമാണ്. അപ്പോൾ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. മറ്റുള്ള ഓർഗനൈസേഷനുകളിൽ നിന്ന് അത് വളരെയധികം ഡിഫറെന്റ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. കോപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അതേഴ്സ് ഇൻ വാരിയസ് റെസ്പെക്ട്. A system of business which gives importance to members. A system of business
അടുത്ത പോയിന്റ് ആണ് കേട്ടോ, എ സിസ്റ്റം ഓഫ് ബിസിനസ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ബിസിനസ് ആണ്. എ സിസ്റ്റം ഓഫ് ബിസിനസ്, എ സിസ്റ്റം ഓഫ് ബിസിനസ്. ആക്ച്വലി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ്. എ സിസ്റ്റം ഓഫ് ബിസിനസ് വിച്ച് ഗീവ്സ്, അത് നൽകുന്നു, ഇമ്പോർട്ടൻസ് ടു മെമ്പേഴ്സ്, മെമ്പേഴ്സിലേക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. റാദർ ദാൻ ക്യാപിറ്റൽ, ക്യാപിറ്റലിനേക്കാൾ. ഒരു സിസ്റ്റം ഓഫ് ബിസിനസ്, ആ ബിസിനസിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് ഗീവ് ഇമ്പോർട്ടൻസ്, അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ടു മെമ്പേഴ്സ്, മെമ്പേഴ്സിലേക്ക്. റാദർ ദാൻ ക്യാപിറ്റൽ, ക്യാപിറ്റലിനേക്കാൾ മെമ്പേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ബിസിനസ് ഈസ് നോൺ ആസ് കോർപ്പറേഷൻ. അതിനെ നമുക്ക് കോർപ്പറേഷൻ എന്ന് വിളിക്കാം. എ സിസ്റ്റം ഓഫ് ബിസിനസ് വിച്ച് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു മെമ്പേഴ്സ് റാദർ ദാൻ ക്യാപിറ്റൽ ഈസ് നോൺ ആസ് കോർപ്പറേഷൻ. അപ്പോ ഒരു സിസ്റ്റം ഓഫ് ബിസിനസ് ഉണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്? വിച്ച് ഗീവ്സ് ഇമ്പോർട്ടൻസ്, അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആർക്കാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ടു മെമ്പേഴ്സ്, മെമ്പേഴ്സിലേക്കാണ്. റാദർ ദാൻ ക്യാപിറ്റൽ, ക്യാപിറ്റലിനേക്കാൾ. അപ്പോ ക്യാപിറ്റലിനേക്കാൾ മെമ്പർമാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ബിസിനസ് ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈസ് നോൺ ആസ് കോർപ്പറേഷൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ ഈ വായിച്ച പോയിന്റ് ഇല്ലേ, ഏ പോയിന്റ്? എ സിസ്റ്റം ഓഫ് ബിസിനസ് വിച്ച് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു മെമ്പേഴ്സ് റാദർ ദാൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്സ് ഇല്ലേ, ഈ പോയിന്റ്സ് മുന്നേ ഉള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇങ്ങനെ തന്നെ ചോദിച്ചു. എ സിസ്റ്റം ഓഫ് ബിസിനസ് വിച്ച് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു മെമ്പേഴ്സ് റാദർ ദാൻ ക്യാപിറ്റൽ ഈസ് നോൺ ആസ് കോർപ്പറേഷൻ. അപ്പോ ക്യാപിറ്റലിനേക്കാൾ മെമ്പേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ബിസിനസ് ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്സ് എന്താ പറയുന്നത്? കോർപ്പറേഷൻ ഈസ് വൺ ഓഫ് ദ എക്കണോമിക് മിറാക്കിൾസ് ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മിറാക്കിൾസ് ആണ്, ഒരു അത്ഭുതമാണ്, എക്കണോമിക് മിറാക്കിൾ ആണ്, സാമ്പത്തികമായ ഒരു മിറാക്കിൾ ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ഈസ് വൺ ഓഫ് ദ എക്കണോമിക് മിറാക്കിൾസ് ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. കോർപ്പറേഷൻ ഈസ് വൺ ഓഫ് ദ എക്കണോമിക് മിറാക്കിൾസ് ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു എക്കണോമിക് മിറാക്കിൾ ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ഈസ് വൺ ഓഫ് ദ എക്കണോമിക് മിറാക്കിൾസ് ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. കോർപ്പറേഷൻ ഈസ് വൺ ഓഫ് ദ എക്കണോമിക് മിറാക്കിൾസ് ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു എക്കണോമിക് മിറാക്കിൾ ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈസ് വൺ, കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നാണ്. എന്തൊന്നാണ്? ഓഫ് ദ എക്കണോമിക് മിറാക്കിൾസ് ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു എക്കണോമിക് മിറാക്കിൾസുകളിൽ ഒന്നായിരുന്നു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നോക്ക്, കോർപ്പറേഷൻ ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. വേൾഡിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കും. കോർപ്പറേഷൻ ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. കോർപ്പറേഷൻ എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. വേൾഡിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കും. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. വേൾഡിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കും. കോർപ്പറേഷൻ ഇസ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ് ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. വേൾഡിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കും. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. വേൾഡിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇസ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. വേൾഡിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. അടുത്ത പോയിന്റ് എന്താണ്? കോർപ്പറേഷൻ ഈസ് എ വേ ഓഫ് ലൈഫ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. കോർപ്പറേഷൻ ഈസ് എ വേ ഓഫ് ലൈഫ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത രീതിയാണ്. എന്താണ്? ആൻഡ് ഈസ് ബിസിനസ്. അതോടൊപ്പം അതൊരു ബിസിനസ്സും കൂടിയാണ്. ക്യാരിഡ് ഓൺ ബൈ സർട്ടൻ പ്രിൻസിപ്പിൾസ്. ആ ജീവിത രീതി, ആ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്നത് ചില തീർച്ചപ്പെടുത്തിയ തത്വങ്ങളാലാണ്. കോർപ്പറേഷൻ ഈസ് എ വേ ഓഫ് ലൈഫ് ആൻഡ് ഈസ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ സർട്ടൻ പ്രിൻസിപ്പിൾസ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്, അതോടൊപ്പം അതൊരു ബിസിനസ്സും കൂടിയാണ്. ക്യാരിഡ് ഓൺ ബൈ സർട്ടൻ പ്രിൻസിപ്പിൾസ്. ചില തീർച്ചപ്പെടുത്തിയ പ്രിൻസിപ്പിളുകൾ കൊണ്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരികയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് 10ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലെ? 10ാമത്തെ അതോ 9ാമത്തെ? 9ാമത്തെയാണ്. ഓക്കെ, ശരി. 9ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. 3 ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ്. 10ാമത്തെയാണ്. ഓക്കെ, ശരി. 10ാമത്
3 type of cooperative system. 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ട്. ദേ ആർ, അത് ഏതൊക്കെയാണ്? റോക്ക്ഡൈൽ സിസ്റ്റം, റൈഫിസൺ സിസ്റ്റം, ഷൂൾസ് ഡെലിസ് സിസ്റ്റം. 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ട്. ദേ ആർ റോക്ക്ഡൈൽ സിസ്റ്റം, റൈഫിസൺ സിസ്റ്റം ആൻഡ് ഷൂൾസ് ഡെലിസ് സിസ്റ്റം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റും. 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് റോക്ക്ഡൈൽ സിസ്റ്റം, മറ്റൊന്ന് റൈഫിസൺ സിസ്റ്റം, മറ്റൊന്ന് ഷൂൾസ് ഡെലിസ് സിസ്റ്റം. റോക്ക്ഡൈൽ, റൈഫിസൺ ആൻഡ് ഷൂൾസ് ഡെലിസ്. 3 ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സിസ്റ്റം. 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റങ്ങൾ ഉണ്ട്. ദേ ആർ റോക്ക്ഡൈൽ സിസ്റ്റം, റൈഫിസൺ സിസ്റ്റം, ഷൂൾസ് ഡെലിസ് സിസ്റ്റം. റൈഫിസൺ, ഷൂൾസ് ഡെലിസ് ആൻഡ് റോക്ക്ഡൈൽ സിസ്റ്റം. 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ട്. ദേ ആർ റോക്ക്ഡൈൽ സിസ്റ്റം, റൈഫിസൺ സിസ്റ്റം ആൻഡ് ഷൂൾസ് ഡെലിസ് സിസ്റ്റം. ഇങ്ങനെ 3 ടൈപ്പ് സിസ്റ്റം ആണുള്ളത്. 3 ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സിസ്റ്റം. ദേ ആർ റോക്ക്ഡൈൽ സിസ്റ്റം, റൈഫിസൺ സിസ്റ്റം ആൻഡ് ഷൂൾസ് ഡെലിസ് സിസ്റ്റം. ഓക്കെ, 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റങ്ങളാണുള്ളത്. ഒന്ന് റോക്ക്ഡൈൽ, മറ്റൊന്ന് റൈഫിസൺ, മറ്റൊന്ന് ഷൂൾസ് ഡെലിസ് സിസ്റ്റം. 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റങ്ങളാണ് നിലവിലുള്ളത്. ഭവി, ഏതൊക്കെയാണ് 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റം? റോക്ക്ഡൈൽ സിസ്റ്റം, റൈഫിസൺ സിസ്റ്റം, ഷൂൾസ് ഡെലിസ് സിസ്റ്റം. ഓക്കെ, 3 ടൈപ്പ് സിസ്റ്റം: റോക്ക്ഡൈൽ, റൈഫിസൺ ആൻഡ് ഷൂൾസ് ഡെലിസ് സിസ്റ്റം. അടുത്ത പോയിന്റ്സ് പറയാണ്. കോർപ്പറേഷൻ ഹാസ് ടെറിട്ടറി. കോർപ്പറേഷനിക്ക് ഉണ്ട് ഒരു ടെറിട്ടറി ഉണ്ട്, ഒരു അധികാര പരിധി ഉണ്ട് അല്ലെ. കോർപ്പറേഷൻ ഹാസ് ടെറിട്ടറി. കോർപ്പറേഷൻ ഒരു ടെറിട്ടറി ഉണ്ട് അല്ലെ. കോർപ്പറേഷൻ ഒരു ടെറിട്ടറി ഉണ്ട്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോർപ്പറേഷൻ കേരളത്തിലെ കോർപ്പറേഷൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്താണ് ഇതുള്ളത്. തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട് കോർപ്പറേഷൻസ് ആണ്, കർണാടകയിലാണെങ്കിൽ കർണാടക കോർപ്പറേഷൻ ആണ്. എനിവേ, കോർപ്പറേഷൻ ഒരു ടെറിട്ടറി ഉണ്ട്. അതൊരു അപ്പെക്സ് സ്ഥാപനമാണെങ്കിൽ അത് സ്റ്റേറ്റ് ആയിരിക്കും അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. പ്രൈമറി ആണെങ്കിൽ അത് താലൂക്ക് ലെവൽ ആയിരിക്കും. ദെൻ അത് സെൻട്രൽ ലെവൽ ആണെങ്കിൽ അത് ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളത് പറഞ്ഞതാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അതിന്റെ ഓൾ ഓവർ കേരള സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവൽ ഓഫീസാണ്, പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ് ഉണ്ട്, പിന്നെ താലൂക്ക് ലെവൽ ഓഫീസ് ഉണ്ട്. ഇതേപോലെ കോർപ്പറേഷൻ ഒരു ടെറിട്ടറി ഉണ്ട്. കോർപ്പറേഷൻ ഹാസ് എ ടെറിട്ടറി. കോർപ്പറേഷൻ ഒരു ടെറിട്ടറി ഉണ്ട്. പോപ്പുലേഷൻ, കോർപ്പറേഷൻ ഒരു പോപ്പുലേഷൻ ഉണ്ട്. കോർപ്പറേഷൻ ഹാസ് ടെറിട്ടറി, പോപ്പുലേഷൻ അല്ലെ. കോർപ്പറേഷൻ എന്ന് പറയുന്നതിന് ഒരു പോപ്പുലേഷൻ ഉണ്ട്. സഹകാരികൾ എന്നറിയപ്പെടും. സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സഹകരണ മനോഭാവമുള്ള ആളുകളെ നമ്മൾ കോ ഓപ്പറേറ്റർ എന്ന് വിളിക്കും അല്ലെ, സഹകാരികൾ എന്ന് വിളിക്കും. സോ അതിനൊരു പോപ്പുലേഷൻ ഉണ്ട്. കോർപ്പറേഷൻ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ഗവൺമെന്റ്, സോ കോർപ്പറേഷൻ ഹാസ് ടെറിട്ടറി, പോപ്പുലേഷൻ, ഗവൺമെന്റ്. കോർപ്പറേഷൻ ഒരു ഗവൺമെന്റ് ഉണ്ട് അല്ലെ. കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഉണ്ട്. കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാന്നുള്ളത് നമുക്കറിയാം. ദെൻ കോർപ്പറേഷൻ ഒരു ഗവൺമെന്റ് ഉണ്ട്. കോർപ്പറേഷൻ ഒരു ടെറിട്ടറി ഉണ്ട്, ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട്. ആൻഡ് എ സോവർണിറ്റി, സോവർണിറ്റി ഉണ്ട്. SOVEREIGNTY, സോവർട്ടി ഉണ്ട്. SOVEREIGNTY, സോവർട്ടി ഉണ്ട് അല്ലെ. ആൻഡ് സോ കോർപ്പറേഷൻ, അതുകൊണ്ട് കോർപ്പറേഷനെ is called state within a state. അതുകൊണ്ട് നമുക്ക് കോർപ്പറേഷനെ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞു തീർത്തത്. ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണിത്. സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിനകത്ത് മറ്റൊരു സ്റ്റേറ്റ്, കോർപ്പറേഷൻ ആണോ ക്യാപിറ്റലിസം ആണോ സോഷ്യലിസം ആണോ എന്ന ചോദ്യം എക്സാമിന് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിനകത്ത് മറ്റൊരു സ്റ്റേറ്റ്. കോർപ്പറേഷൻ അറിയപ്പെടുന്നതാണ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. എന്തുകൊണ്ട് കോർപ്പറേഷനെ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു? കോർപ്പറേഷൻ ഹാസ് ടെറിട്ടറി. കോർപ്പറേഷൻ ഒരു ടെറിട്ടറി ഉണ്ട്. കോർപ്പറേഷൻ ഹാസ് എ ടെറിട്ടറി. കോർപ്പറേഷൻ ഹാസ് പോപ്പുലേഷൻ. കോർപ്പറേഷൻ ഹാസ് ഗവൺമെന്റ്. കോർപ്പറേഷൻ ഹാസ് എ സോവർട്ടി. ആൻഡ് സോ കോർപ്പറേഷൻ ഈസ് കോൾഡ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. അതുകൊണ്ട് ഒരു സ്റ്റേറ്റിനകത്ത് മറ്റൊരു സ്റ്റേറ്റ് എന്ന പേരിലാണ് കോർപ്പറേഷൻ അറിയപ്പെടുന്നത്. ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ടേം നിങ്ങൾ മറക്കരുത്. സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്,
ഒരു സ്റ്റേറ്റിനകത്ത് മറ്റൊരു സ്റ്റേറ്റ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കോപ്പറേഷനെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു ടേം ആണ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് കോപ്പറേഷനെ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്ന് പറയുന്നു? ഒരു സ്റ്റേറ്റ് ആയിട്ട്, ഒരു സംസ്ഥാനമായിട്ട് ഒരു സംസ്ഥാനത്തെ അംഗീകരിക്കണമെങ്കിൽ ആ സംസ്ഥാനത്തിന് ഒരു പോപ്പുലേഷൻ വേണം, ഒരു ടെറിട്ടറി വേണം, ഒരു ഗവൺമെന്റ് വേണം, ഒരു സവർട്ടി വേണം. സോ ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കോപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കോപ്പറേഷൻ ഹാസ് ടെറിട്ടറി, കോപ്പറേഷൻ ഹാസ് പോപ്പുലേഷൻ, കോപ്പറേഷൻ ഹാസ് ഗവൺമെന്റ്, കോപ്പറേഷൻ ഹാസ് എ സവർട്ടി എന്ന് പറയുമ്പോൾ കോപ്പറേഷൻ ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് കോപ്പറേഷൻ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനകത്ത് മറ്റൊരു സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഒന്ന് നിങ്ങൾ മൊത്തത്തിൽ നോക്ക്. ഇന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കോപ്പറേഷൻ ടുഡേ മീൻസ്, ഇന്ന് കോപ്പറേഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. പിന്നെ പറഞ്ഞു കോപ്പറേറ്റീവ് ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ. കോപ്പറേറ്റീവ്സ് ഒരു ഇൻഡിവിജ്വൽസിന്റെ നീഡ്സിനെ അത് ഫുൾഫിൽ ചെയ്യുന്നു വിത്തൗട്ട് ഹാമിങ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. മറ്റുള്ള ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ, ഹാമിങ് ചെയ്യാതെ അത് അതിന്റെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും നീഡ്സിനെ അത് ഫുൾഫിൽ ചെയ്യുന്നു. കോപ്പറേഷൻ ഈസ് ദ എസെൻസ് ഓഫ് സക്സസ്ഫുൾ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് വിജയകരമായ ഒരു പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫിന്റെ എസെൻസ് ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രോസ്പിരിറ്റി ആൻഡ് പീസ് എമംഗ് ദി പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ അഭിവൃദ്ധി കൊണ്ടുവരുന്നു, സമാധാനം കൊണ്ടുവരുന്നുണ്ട്. കോപ്പറേഷൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കോപ്പറേഷൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രോസ്പിരിറ്റി ആൻഡ് പീസ് എമംഗ് ദി പീപ്പിൾ. ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ കോപ്പറേഷൻ. കോപ്പറേഷന്റെ ഉള്ളിൽ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ്. സ്ലോഗൻ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എന്നുള്ളത് വാച്ച് വേർഡ്സ് ഓഫ് കോപ്പറേഷൻ ആണ്. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഇസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ കൊണ്ട് സെൽഫ് ഹെൽപ്പ് എഫക്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചാൽ മതി. ഹൊറൈസ് പ്ലങ്കറ്റിന്റെ ഡെഫിനിഷൻ. കോപ്പറേഷൻ ഈസ് മെയിൻലി സർവീസ് ഓറിയന്റഡ്. സർവീസ് ഈസ് ദ മോട്ട് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് സർവീസ് ഓറിയന്റഡ് ആണ്. സർവീസ് എന്ന് പറയുന്നത് കോപ്പറേഷന്റെ മോട്ടോയാണ്. കോപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടായ്മയാണ്. ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അതേഴ്സ് ഇൻ വാരിയസ് റെസ്പെക്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആണ്. എ സിസ്റ്റം ഓഫ് ബിസിനസ്. കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ബിസിനസ് ആണ്. which give importance to members. മെമ്പർമാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. rather than capital. ക്യാപിറ്റലിനേക്കാൾ is known as cooperation. Cooperation is one of the economic miracle of last century. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു എക്കണോമിക് മിറാക്കിൾ ആണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. കോപ്പറേഷൻ is a universal movement. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ്. വേൾഡിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കോപ്പറേഷനെ കാണാൻ സാധിക്കും. കോപ്പറേഷൻ is a way of life. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ആൻഡ് ഈസ് എ ബിസിനസ്. അതോടൊപ്പം അതൊരു ബിസിനസ്സുമാണ്. ക്യാരിഡ് ഓൺ. ആ ജീവിത രീതിയെ, ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എങ്ങനെ? ബൈ സർട്ടൻ പ്രിൻസിപ്പിൾസ്. ചില തീർച്ചപ്പെടുത്തിയ പ്രിൻസിപ്പിൾസുകളെ കൊണ്ട്. 3 ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സിസ്റ്റം. 3 ടൈപ്പ് കോപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ട്. റോക്ക്ഡെയിൽ സിസ്റ്റം, റൈഫിസൺ സിസ്റ്റം, ഷൂൾസ്-ഡെലി സിസ്റ്റം. കോപ്പറേഷൻ ഹാസ് ടെറിട്ടറി, population, government and sovereignty, and so cooperation is called state within a state. കോപ്പറേഷനെ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. കാരണം കോപ്പറേഷന് സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ട്, ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഒരു ടെറിട്ടറി ഉണ്ട്. സോ കോപ്പറേഷൻ ഈസ് നോൺ ആസ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. ഇനി നമുക്ക് കോപ്പറേഷന്റെ ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഡെഫിനിഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും പോയിന്റ്സ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതോടൊപ്പം ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഏകദേശം 11ഓളം പോയിന്റ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തന്നു. കോപ്പറേഷൻ എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇസ് ദ ഔട്ട്കം ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇംബാലൻസ് കോസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണമായിട്ടുണ്ടാകുന്ന സാമ്പത്തികമായ, സാമൂഹികമായ ഇംബാലൻസിന്റെ ഔട്ട്കമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദ ടേം കോപ്പറേഷൻ ഇസ് ഡെറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് കോഓപ്പററി, വിച്ച് മീൻസ് വർക്കിംഗ് ടുഗദർ എന്നുള്ളതാണ്. ദെൻ
കോർപ്പറേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഹൊറൈസ് പ്ലങ്കറ്റ് അയർലൻഡുകാരനായിട്ടുള്ള കോർപ്പറേറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, കോർപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. അദ്ദേഹത്തിന്റെ തിയറിയെ പ്രാക്ടിക്കലിനെ 3 മാക്സിമുകളായിട്ട് അദ്ദേഹം ചുരുക്കി. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ്. ദെൻ അതിനുശേഷം നമ്മൾ പിന്നീട് വന്നത് കോർപ്പറേഷന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആണ്. സ്ലോഗൻ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നുള്ളതാണ്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ് എന്നുള്ളത് വാച്ച് വേർഡ്സ് ഓഫ് കോർപ്പറേഷൻ ആണ്. സെൽഫ് ഹെൽപ്പ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് മെയിൻലി സർവീസ് ഓറിയന്റഡ് ആണ്. സർവീസ് ഇസ് ദ മോട്ട് ഓഫ് കോർപ്പറേഷൻ ആണ്. സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷന് 3 സിസ്റ്റങ്ങളുണ്ട്: റോക്ക്ഡെയിൽ സിസ്റ്റം, റൈഫിസൺ സിസ്റ്റം, ഷൂൾസ് ഡെലിസ് സിസ്റ്റം. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ ഈ 2